വെൽക്കം. അപ്പൊ നമസ്കാരം. ഇല്ല, അതൊക്കെ മാറി. ഞാൻ വന്നാൽ നമുക്ക് തുടക്കം അതിൽ തന്നെ തുടങ്ങാം. ഞാൻ ഗൂഗിളിൽ സന്തോഷ് വർക്കിൽ സെർച്ച് ചെയ്തപ്പോൾ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സന്തോഷ് വർക്കിന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നല്ല പറഞ്ഞു. അപ്പൊ ഞാൻ സന്തോഷ് വർക്കി എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് ചോദിച്ചിട്ടാണ് തുടങ്ങും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഗൂഗിളിൽ സന്തോഷ് വർക്കിന് അടിച്ചു കൊടുക്കുമ്പോൾ വരുന്നത് സന്തോഷ് വർക്കി ഏജ് ആണ്. 39. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ കഴിഞ്ഞ മാസം. അന്നവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അത് നമുക്ക് ഇതിനകത്തേക്ക് വരാം. പിന്നെ അവിടെ സന്തോഷ് വർക്കി ഇൻസ്റ്റാഗ്രാം 2 അക്കൗണ്ട് അടിച്ചു പോയി. എന്നെ ഒതുക്കലും ഭാഗത്ത് ഒതുക്കി. ഇപ്പൊ പഴയാത്ത റീച്ചില്ല, എന്നാലും കുഴപ്പമില്ല. ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി പറഞ്ഞു കൊടുത്തോ ആളുകൾക്ക്. സന്തോഷ്. സന്തോഷ് വർക്കി എഡ്യൂക്കേഷൻ ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുന്നു, PhD ചെയ്യുന്നു. ചെയ്യുന്നതാണ്. അല്ല, ഇത് നിലവിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഫിലോസഫി ഓഫ് സയൻസ് റിസർച്ച് ചെയ്യുന്നു. ഓക്കെ. സന്തോഷ് വർക്കി ബുക്സ് 10 ബുക്ക് ചെയ്യുന്നിട്ട് 2 ബുക്ക് പബ്ലിഷ് ചെയ്യും. ഇനി ഏതെങ്കിലും 800 കോഡിലുള്ള ഫിലോസഫിക്കൽ ലൈഫ് ഫിലോസഫിക്കൽ ബുക്കും പിന്നെ മോഡലുകൾ. ഇനി ഏതെങ്കിലും കുറെ ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യണം. സന്തോഷ് വർക്കി ഫേസ്ബുക്ക് 54K ഫോളോവേഴ്സ് ഉണ്ട്. കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് മോണിറ്റൈസേഷൻ പോകാറുണ്ട്. 54,000 ആളുകൾ സപ്പോർട്ടേഴ്സ് ആണോ അതോ ഹേറ്റേഴ്സ് ആണോ? അവിടെ കൂടുതലും എതിരാളികളാണ്. അവര് പക്ഷെ ഫോളോ ചെയ്യുന്നുണ്ട്. അവര് ടിയാവർക്കാന്ന് അറിയില്ല, തെരുവിളിയാണ് ഫുൾ ടൈം. സന്തോഷ് വർക്കി ഫാമിലി ഫാദർ മരിച്ചുപോയി. പുള്ളി എഞ്ചിനീയർ ആയിരുന്നു, കാർബണിലെ മാനേജറൊക്കെ ആയിരുന്നു. മദർ സൈക്കോളജി പഠിച്ച ആളാണ്, ഹൗസ് വൈഫാണ്. മൂത്ത സിസ്റ്റർ US ഡോക്ടറാണ്. ഹസ്ബൻഡ് സയന്റിസ്റ്റ് ആണ് ഓഫീസിൽ. മകൾ മെഡിസിൻ പഠിക്കുന്നു. രണ്ടാമത്തെ സിസ്റ്റർ മൈക്രോസോഫ്റ്റ് വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂർ. ഹസ്ബൻഡ് എയർമാൻസ് വൈസ് പ്രസിഡന്റ് ആണ്. മോൻ ഡൽഹി ആയിട്ട് പഠിക്കുന്നു. പിന്നെ 10 years ഗ്യാപ്പ് ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു. സന്തോഷ് വർക്കി സിംഗിൾ ആണ്. ലേറ്റ് ചൈൽഡ് ആണ്. അല്ല, സിംഗിൾ ആണ്. ഇപ്പോഴും സിംഗിൾ ആണ്. നമുക്ക് തുടരാണ്ടാണ്. സന്തോഷ് വർക്കി IIT ഹൈറ്റ് 5'8". ഹൈറ്റ് അല്ല, IIT ബോംബെ അഡ്മിഷൻ കിട്ടി. പക്ഷെ ഞാൻ പോയില്ല, കാരണം ഫാദറിന്റെ ഹെൽത്ത് എപ്പോഴും മോശമായി. സന്തോഷ് വർക്കി ലിങ്ക്ഡിൻ ഇല്ല, എടുത്തിട്ടില്ല. എന്തിനാ എനിക്ക് ആളുകൾ സെർച്ച് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. സന്തോഷ് വർക്കി PhD ചെയ്തോണ്ടിരിക്കുന്നു. ടോപ്പിക് ഫിലോസഫി ഓഫ് സയൻസ്. തോമസ് സ്കൂൾ ആൻഡ് എമറൽ അക്രോസിന്റെ സയൻസിനോട് അപ്രോച്ച്. സന്തോഷ് വർക്കി പ്ലേസ് ജനിച്ചതാണ്. പ്ലേസ് ഇപ്പൊ കളമശ്ശേരിയാണ്, ജനിച്ചത് പാലക്കാടാണ്. പാലക്കാട് ഫാദറിന്റെ വീട് വരുമ്പോഴാണ്. ജനിച്ചത് പാലക്കാട് നരിക്കോട് ചന്ദ്രനഗർ. എന്നിട്ട് അവിടെ വീടുകളുണ്ടായിരുന്നു. 8 years വരെ. 8 വയസ്സ് വരെ ബാഡ്മാറിൽ പഠിച്ചത്. 94 ആയിട്ട് ഇങ്ങോട്ട് വന്നു. ഫാദറിന് ട്രാൻസ്ഫർ ആയി. പിന്നെ ഫുൾ ഇവിടെയാണ്. പിന്നെ ഇവിടെയാണ്. പിന്നെ വേറെ എവിടെയും പോയിട്ടില്ല. വേറെ കഴിഞ്ഞ 13 years ആയി. 30 years 30 വർഷം 31 വർഷമായിട്ട് ഈ ചങ്ങമ്പനാറിലായി. ഒരു 10 വർഷം അവിടെയായിരുന്നു. അതിന് ഈ വീട്ടിലേക്ക് പോകണം. പെരുമ്പാവൂര് അച്ഛൻ്റെ വീട്ടില് അവിടെ ഒന്നും പോയി നിന്നിട്ടൊന്നുമില്ല. അവിടെ എന്റെ ഫാദറിന്റെ ഫ്യൂണറൽ അടക്കം ചെയ്തിരുന്ന അവിടെ ഫാദറിന്റെ വീട് അവിടെ പോകാറുണ്ട്. അപ്പൊ സന്തോഷ് വർക്കിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പ് പ്രിയോറിറ്റി ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പൊ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതാണ് എന്നോട് പ്രിയദർശനും പലരും വിളിക്കുമ്പോൾ പല ആൾക്കാരും വിളിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ ആറാട്ടം എന്നല്ല സന്തോഷ് വർക്കിയാണ് പറയും. ജോയി മാത്യു എന്ന് പറയുന്നതാണ്. അപ്പൊ എങ്ങനെ അറിയപ്പെടാണ് താല്പര്യം? സന്തോഷ് വർക്കിനാണോ? ആഗ്രഹം സന്തോഷ് വർക്കിയാണ്. ഫാദറിന്റെ പേര് ഞാനിപ്പോ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴും അങ്ങനെ പറഞ്ഞു. പോപ്പുലറായിട്ട് അറിയപ്പെടുന്ന ആറാട്ടം എന്തില്ല. അല്ല, പക്ഷെ നമ്മുടെ പേര് ഇപ്പൊ ഞാൻ പറഞ്ഞ പേര് ആളുകൾക്ക് അറിയാം. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാം. എന്തോ സന്തോഷ് വർക്കി അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷെ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു ചിരി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം തോന്നിയില്ല. പിന്നെ എങ്ങനെയാ? സാറ്റിസ്ഫൈഡ് ആണോ ആ ഒരു പേരില്? പേരിലല്ല കുഴപ്പം, പല ആൾക്ക് കളിയാക്കുന്നുണ്ട്. ട്രോളുകൾ ഒന്നുകൊണ്ടാണ്. ആറാട്ടം മൂവി കൊണ്ട് ഗുണമുണ്ടായത് എനിക്ക് മാത്രമാണ്. അപ്പൊ ഇപ്പൊ താങ്കൾ വന്നതൊരു റിവ്യൂവർ ആയിട്ടാണ് അല്ലെ? റിവ്യൂ ആറാട്ടം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ തിയേറ്ററിൽ തുടങ്ങിയതാണ്. ഓക്കെ. അപ്പൊ ഈ ഫ്യൂച്ചറില് ഈ ഒരു റിവ്യൂയുടെ ഒരു ഭാവി എന്തായിരിക്കും സിനിമയായിട്ട് ബന്ധപ്പെട്ട്? താല്പര്യമുണ്ട്. പക്ഷെ താങ്കളുടെ കാര്യത്തിന് മാത്രമല്ല ചോദിച്ചാൽ മൊത്തത്തില് നമ്മുടെ സിനിമാ മേഖലയിൽ റിവ്യൂ കൊണ്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ റിവ്യൂയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ റിവ്യൂ ആയിട്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു പ്രീ കൺസീവ് ഒരു ധാരണയുണ്ടാവും. അപ്പൊ സിനിമ ഇൻഡിപെൻഡന്റ് ആയിട്ടോ
ഇവാലുവേറ്റ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ പറ്റില്ല. ആ ഞാൻ അപ്പൊ അടുത്ത അത് ഞാൻ ഇന്നാലെ ആക്ടർ ദിലീപ് പറഞ്ഞു. ഈ പല റിവ്യൂ എന്ന് പറയാം, ആൾക്കാർക്ക് സ്വന്തമായി റിവ്യൂ ചെയ്യാനുള്ള കഴിവ് പോകുന്നത്. പിന്നെ ഇതെല്ലാം ഇതുപോലെ ഒപ്പീനിയനാണ്, സബ്ജക്റ്റീവാണ്. ധ്യാൻ പറഞ്ഞ പോലെ സബ്ജക്റ്റീവാണ്. ഇപ്പോൾ നിങ്ങൾ പടം കണ്ടു നോക്കണം എന്നാലേ പറയാൻ പറ്റും. പിന്നെ ചിലർ വളരെ ബിസിയാണ്, ഒരുപാട് അങ്ങനെയുള്ളവർക്ക് റിവ്യൂ കാണാം. അല്ലാത്തവരാണെങ്കിൽ പടം പോയി കാണണം. കാരണം അത് പ്യുവർലി വോക്കായാലും ഞങ്ങളെല്ലാം പറയുന്ന ഒരു അഭിപ്രായമാണ്, റിവ്യൂ ആണ്. റിവ്യൂ ചെയ്യുന്ന ജോയി മാത്യു പോലെ ആൾക്കാരുടെ റിവ്യൂ ആണ്. വേൾഡ് സിനിമയിലെ കണ്ടത് ജോയി മാത്യു പോലെ ആൾക്കാർ വേൾഡ് സിനിമയിലെ കണ്ട് അവരൊക്കെയാണ് റിവ്യൂ ചെയ്യാൻ. ഞങ്ങളെല്ലാം പറയുന്ന ഒപ്പീനിയനാണ്. ഞങ്ങളുടെ ഒപ്പീനിയൻ നോക്കിയിട്ട് കാര്യമില്ല. അതിപ്പോ പറഞ്ഞു ഒരു സിനിമ റിവ്യൂയുടെ ആവശ്യമാണ്. അപ്പൊ സന്തോഷ് വർക്കി ഒരു സിനിമ കാണുമ്പോൾ എന്തൊക്കെയാണ് നിരീക്ഷിക്കാറ്? എല്ലാ സൈഡും നോക്കാം. ടെക്നിക്കൽ സൈഡൊന്നും നോക്കാറില്ല, ആർട്ടിസ്റ്റിക് ലിംഗ്വിസ്റ്റിക് സൈഡാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ സാമ്പത്തിക നോക്കുമ്പോ എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്റർടൈൻമെന്റ് ആയിട്ട് ഇവിടെ ഇപ്പൊ വണ്ടർവിജനായിട്ട് നടക്കുന്ന റിവ്യൂ അല്ല, കോമാളിത്രമാണ്. ശരിക്കും റിവ്യൂ ഇപ്പൊ ആരും നടത്തില്ല. കോക്കിന് പോലും ജനുവൻ റിവ്യൂ കൊടുക്കാൻ പറ്റുന്നില്ല. അത് വേൾഡ് സിനിമയെ കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന സിനിമയെ കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തവർക്കാണ് റിവ്യൂ കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ നടക്കുന്ന ഒരു കോമാളിത്രമാണ്. കോക്ക് പോലും വെച്ചത് സന്തോഷ് വർക്കിയാന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ബ്രീഫായിട്ട് റിവ്യൂ കൊടുക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരു സിനിമയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഇല്ല. അല്ല ഇപ്പൊ കോമാളിത്തരം നടക്കുന്നെന്ന് പറഞ്ഞല്ലോ, കോമാളിത്തരാക്കി മാറ്റുകയാണ്. ഞാൻ കോമാളിത്തരം മണിക്കൂറൊന്നും കാണിച്ചിട്ടില്ല. അത് അങ്ങനെ വളച്ചൊടിക്കുകയാണ്. എസ്പെഷ്യലി ട്രോള് വന്നപ്പോഴാണ് ഞാൻ കോമാളിയെ മാറിയത്.